ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അതെ, ഞാനൊരു കാര്യം പറയാനാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കണേ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പല പല പ്രശ്നങ്ങളും പല പല പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാ പ്രയാസങ്ങളും. അപ്പോൾ എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടതും ഞാനെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴും എനിക്ക് എന്ത് കാര്യവും സഫലമാവുന്നതും ഞാൻ നിങ്ങളോട് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾക്ക് നമുക്ക് ഓരോരോ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിനോടല്ലേ നമ്മൾ പറയണത്. അപ്പോൾ അള്ളാഹുവിനോട് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 3 ഫാത്തിഹ 3 കുൽഹുവല്ലാഹും ഫലക്ക് നാസും ഓതിയിട്ട് നമ്മൾ നെയ്യത്ത് ചെയ്യണം. എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് കാര്യം നടക്കാനാണെങ്കിലും നമ്മൾ സലാത്ത് ചെല്ലണവരുണ്ടാവും, ദിക്ർ ചെല്ലണവരുണ്ടാവും, യാസീൻ ഓതുന്നവരുണ്ടാവും അല്ലേ. ഓരോ ഔലിയാക്കളുടെ പേരിലായാലും ഓരോ നബിമാരുടെ പേരിലായാലും നമ്മൾ യാസീൻ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ നിയത്ത് ചെയ്യാം. ആദ്യം മുത്തുനബിയുടെ പേരിൽ 3 ഫാത്തിഹയും 3 സൂറത്ത് കുൽഹുവല്ലാഹും ഒരു ഫലക്ക് നാസും ഓതിയിട്ട് നിങ്ങൾ നെയ്യത്ത് ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ ഈ കാര്യം ഞാൻ ഇന്ന ആദരവായ നമ്മളിപ്പോൾ ചെല്ലാൻ പോണത് നമ്മൾ ഹിന്ദർ നബിയുടെ പേരിൽ യാസീനാണ് കേട്ടോ. അപ്പോൾ ആദരവായ മുത്തുനബി റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 3 ഫാത്തിഹയും 3 കുൽഹുവല്ലാഹും ഒരു ഫലക്കും നാസും ഓതിയിട്ട് ഹിന്ദർ നബിയുടെ പേരിൽ 4 യാസീൻ ഓതണം. 4 യാസീൻ ഓതിക്കോളാമെന്ന് നമ്മൾ നെയ്യത്ത് ചെയ്യണം. ഹിന്ദർ നബിയുടെ പേർക്ക് 4 യാസീൻ ഓതിക്കോളാം. എൻ്റെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടപ്പിലാവേണ്ടത് ആ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സഫലമാക്കി തരണമെന്ന് അള്ളാഹുവിനോട് നിങ്ങൾ നിയത്ത് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ 4 യാസീൻ ഓതി ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഓതി തീർക്കാമല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ഓതി തീർക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഓരോ യാസീൻ ഒരു ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി. എന്നിട്ട് അത് ദുആ ചെയ്യണം. എന്നിട്ട് ഞാൻ ഓതിയ യാസീൻ്റെ ദുആ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിയുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യണമെന്ന് നിങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ കാര്യം സാധിപ്പിച്ച് തന്നെയെന്ന് റബ്ബിനോട് പറയണം. ഉറപ്പായിട്ട് നടക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ശരി, അസ്സലാമു അലൈക്കും.